ഇനി ഒരാളുടെ പേര് പറയാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. കയ്യടിക്ക് വേണ്ടി എന്ത് വൃത്തികേടും വിളിച്ചു പറയുന്ന, ആക്ടിവിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് മൂടിയിരിക്കുന്ന, ദിനം പ്രതി അഭിപ്രായവും നിലപാടും മാറ്റുന്ന, വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാം, അതാണ് വിപ്ലവം എന്ന് വിശ്വസിക്കുന്ന, സ്വയം കൃത ഒരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ചിലരുണ്ട്. അതിലൊരുത്തൻ കഴിഞ്ഞ ദിവസം സ്വാമി അയ്യപ്പനെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തി. അയാൾ അവിടെ പോയത് ഏതോ ഒരു കുട്ടി നേരിടുന്ന വിവേചനത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യാനോ അവിടെ വിസർജിക്കാനോ പ്രസംഗിക്കാനോ ഒക്കെ ആയിരുന്നു. അതെന്തോ ആയിക്കോട്ടെ, അവിടെ എന്താണ് അയ്യപ്പന് പ്രസക്തി? കുറെ നാൾ മുമ്പ് ഇയാൾ നിലവിളിച്ചിരുന്നു, ഞങ്ങൾ അവർണരുടെ ദൈവത്തെ ആരൊക്കെയോ കട്ടുകൊണ്ടുപോയി, ബ്രാഹ്മണർ അയ്യപ്പനെ അപഹരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട അയ്യപ്പനെ വേറെ ആരോ കൊണ്ടുപോയി എന്ന് പറയുന്നു. അയാളുടെ വായിൽ നിന്ന് വീണ വർത്തമാനം സാധാരണഗതിയിൽ ഒരു വീട്ടിലോ ഒരു നാട്ടിലോ ഒരു ചെറിയ ഗ്രൂപ്പിലോ ആണെന്നുണ്ടെങ്കിൽ, അതായത് കണ്ണുമടച്ച് അയാൾ പറയുന്ന എന്ത് വൃത്തികേടിനും കൈയടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ അല്ല എങ്കിൽ ഉടൻ തന്നെ ഒരു കൈകൊണ്ടും കാൽകൊണ്ടും ഒക്കെ ആക്ഷൻ ഉണ്ടാകുമായിരുന്നു. പിന്നെ അയാളുടെ നാവ് പൊന്തില്ലായിരുന്നു, പിന്നെ ഒരു പക്ഷെ അയാൾ നടക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം വ്യാജ സ്ഥാപിത താല്പര്യമുള്ള എന്തൊക്കെയോ നേട്ടത്തിന് വേണ്ടി ആരുടെയൊക്കെയോ പണം പറ്റിക്കൊണ്ട് ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നവരെ കൊണ്ടു നടക്കുന്നവരും കൊട്ടിഘോഷിക്കുന്നവരും ഒന്ന് തിരിച്ചറിയുക, നിങ്ങളെ കൂടി നാറ്റിക്കുകയുള്ളൂ ഇത്തരം. ആ വാക്ക് ഞാൻ പറയുന്നില്ല.